ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ മിസ്റ്ററി ഷോപ്പ് വന്നിരിക്കുകയാണ്. 90% ഓഫറൊക്കെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിവാർഡ്സ് എടുക്കാൻ സാധിക്കുന്ന ഒരു മിസ്റ്ററി ഷോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ ഭാഗ്യം പരീക്ഷിക്കുകയാണ്, നമ്മളിവിടെ സ്പിൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് നമുക്ക് ലക്ക് കിട്ടിയെന്ന് നോക്കാം. അതായത് നമുക്കിപ്പോൾ ലഭിച്ചതെന്ന് വെച്ചാൽ 60% ഓഫർ ആയിരുന്നു. 65% 65% ഓഫർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എൻട്രി കൊടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ മിസ്റ്ററി ഷോപ്പിൻ്റെ അകത്തേക്കാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ നമുക്ക് എന്തൊക്കെ റിവാർഡ്സാണ് ലഭിക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ദെൻ ഫ്രണ്ട്സ്, നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ജസ്റ്റിൻ പേപ്പറിൻ്റെ ഫുൾ സെറ്റ്, ഫുൾ ബണ്ടിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ജസ്റ്റിൻ പേപ്പറിൻ്റെ ക്യാരക്ടർ നമുക്ക് ലഭിക്കുന്നത് ഹീറോസ് ക്യാപ്സൂൾ എന്ന ഈവൻറ്റിൽ നിന്നാണ്. ബട്ട് നമുക്ക് ബണ്ടിൽ ലഭിക്കാൻ പോകുന്നത് മിസ്റ്ററി ഷോപ്പിൽ നിന്നും, അതായത് ഫുൾ സെറ്റ് ആയിരിക്കും. നല്ലൊരു നോർമലായിട്ടൊരു ബണ്ടിലാണ് ഗൈസ്, നല്ല മാസ് ബണ്ടിൽ എന്നൊന്നും പറയാൻ സാധിക്കില്ല, നല്ലൊരു കുഴപ്പമില്ലാത്ത ഒരു ബണ്ടിലാണ്. നമുക്കൊരു ഫീമെയിലിൻ്റെ ബണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ബണ്ടിൽ നമുക്കൊരു 419 ഡയമണ്ടിന് വേണ്ടി വന്നേക്കാം ഈ ഒരു ബണ്ടിൽ എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റ് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല, നമുക്ക് താഴെയായിട്ട് ഗണ്ണിൻ്റെ സ്കിന്ന് കാണാം. ട്രീറ്റ്മെൻറ്റ് സ്നൈപ്പറാണ്, സിംഗിൾ റേഞ്ചും സിംഗിൾ ആർമർ പെൻട്രേഷനുമുള്ള നല്ലൊരു ആട്രിബ്യൂട്ട്സ് ഉള്ള സ്നൈപ്പർ. നെമിസിസ് റാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മാസമായിട്ടുള്ളൊരു മാസ്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ ബണ്ടിലുണ്ട് ഗൈസ്, ബട്ട് നമുക്കിവിടെ ലഭിക്കാൻ പോകുന്നത് ഈ ഒരു മാസ്ക് ആയിരിക്കും. റാപ്പർ വേൾഡ് ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇൻക്യുബേറ്ററിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ബണ്ടിലിൻ്റെ മാസ്കാണ് ഇവിടെ കാണാൻ സാധിക്കുക. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു പെറ്റിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബൈക്കിൻ്റെ സ്കിന്ന് കാണാം. നമുക്കൊരു സർഫോണിൻ്റെ സ്കിന്ന് കാണാൻ സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കൊരു 69 ഡയമണ്ടിനൊക്കെ എടുക്കാൻ സാധിക്കും. അതായത് 65% ഓഫർ ലഭിക്കുകയാണെങ്കിൽ. ഇവിടെ വളരെ വലിയൊരു ബാഗിൻ്റെ സ്കിന്ന് കാണാം. അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കാൻ നേരത്ത് നമുക്ക് കാണാൻ സാധിക്കുക വലിയ ബാഗായിട്ടായിരിക്കും ഈ ബാഗ് എടുക്കുകയാണെങ്കിൽ. ദെൻ നമുക്ക് പെറ്റിൻ്റെ സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. താഴേക്ക് നോക്കുകയാണെങ്കിൽ എവോ ടോക്കണിൻ്റെ ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റീനെയിം കാർഡ് കാണാൻ സാധിക്കുന്നുണ്ട്, നെയിം ചേഞ്ച് കാർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതെല്ലാം നോർമലായിട്ടുള്ള റിവാർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 10 ഡയമണ്ട് കൊടുത്തിട്ട് സ്വിച്ച് ചെയ്യാം, റിവാർഡ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുക നല്ല മാസമായിട്ടുള്ള ഒരു മിസ്റ്ററി ഷോപ്പ്, അതായത് എലൈറ്റ് പാസ് കാണാൻ സാധിക്കുന്നുണ്ട് മിസ്റ്ററി ഷോപ്പിൽ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന എലൈറ്റ് പാസ് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് നല്ല ഓഫറൊക്കെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു എലൈറ്റ് പാസ് ഒക്കെ എടുക്കാൻ സാധിക്കും. ഇവിടെ ലഭിച്ചത് 65% ഓഫറായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു 174 ഡയമണ്ടൊക്കെ വേണ്ടി വരും, അതായത് ഈ ഒരു എലൈറ്റ് പാസ് എടുക്കാനായിട്ട്. നിങ്ങൾക്കൊരു 90% ഓഫർ ലഭിക്കുകയാണെങ്കിൽ വെറും ഒരു 40 ഡയമണ്ടിനൊക്കെ നമുക്ക് എടുക്കാനൊക്കെ സാധിച്ചേക്കാം, അതായത് ഈ ഒരു എലൈറ്റ് പാസ്. അല്ലെങ്കിൽ ഒരു 49 ഡയമണ്ടിനൊക്കെ എടുക്കാൻ സാധിച്ചേക്കാം എലൈറ്റ് പാസ്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ ഡയമണ്ടിന്, കുറച്ച് ഡയമണ്ടിനൊക്കെ എലൈറ്റ് പാസ് എടുക്കാൻ സാധിക്കും. ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ നമുക്ക് എലൈറ്റ് പാസ് എന്തായാലും കാണാൻ സാധിക്കുന്നതായിരിക്കും. ദെൻ നമുക്കൊരു മെയിൽ ബണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളി തീമിലുള്ളൊരു ബണ്ടിലാണത്. പിന്നെ നമുക്കിതിൻ്റെ ഹെയർ കാണുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ കാണാൻ സാധിക്കുക ഈ ഒരു മെയിൽ ബണ്ടിലാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ബണ്ടിലിൻ്റെ ഈ ഹെയറാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം നോർമലായിട്ടൊരു ബണ്ടിലാണ്. ദെൻ നമ്മൾ താഴേക്ക് നോക്കിയാൽ നമുക്ക് മറ്റൊരു ബണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ള ഒരു ബണ്ടിലാണിത്. പിന്നെ നമുക്ക് എല്ലാവർക്കും SVDയുടെ ഒരു ഗണ്ണിൻ്റെ സ്കിന്ന് കാണാം. ദെൻ നമുക്കൊരു മാസ്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു റെഡ് കളറായിട്ടുള്ളൊരു മാസ്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ മാസ്ക് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസ്ക് എടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇൻക്യുബേറ്റർ വൗച്ചർ കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്കൊരു 14 ഡയമണ്ടിന്. താഴെയായിട്ട് പെറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ബാഗിൻ്റെ സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏഞ്ചൽ വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ വലിയ ഒരു വെറൈറ്റി ആയിട്ടൊരു ബാഗിൻ്റെ സ്കിന്നാണ്. പിന്നെ നമുക്ക് മറ്റൊരു പെറ്റിൻ്റെ സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മിസ്റ്ററി ഷോപ്പിലാണെങ്കിൽ നമുക്ക് ഒരുപാട് പെറ്റിനെയും പെറ്റിൻ്റെ സ്കിന്നും കൂടുതൽ ഫ്രീ ഫയർ ഇവിടെ വെച്ചിട്ടുണ്ട്. പെറ്റില്ലാത്ത പ്ലേയേഴ്സിനെയൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് അവർക്ക് വേണ്ടി നല്ല മാസമായിട്ടുള്ള ഒരുപാട് പെറ്റിൻ്റെയും പെറ്റിൻ്റെ സ്കിന്നും ഇവിടെ ഫ്രീ ഫയർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഗൈസ്, നമുക്കിവിടെ സർഫോണിൻ്റെ സ്കിന്ന് കാണാൻ സാധിക്കും, നല്ലൊരു സർഫോണിൻ്റെ സ്കിന്നാണ്. പിന്നെ നമുക്കൊരു മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിന്ന് കാണാം. ഈ മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിന്ന് നല്ല അടിപൊളി സ്കിന്നൊന്നും പറയാൻ സാധിക്കില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല, കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ദെൻ ഗൈസ്, അതിന് തൊട്ട് സൈഡിൽ നമുക്ക് എവോ ടോക്കണിൻ്റെ ബോക്സ് കാണാം. അപ്പോൾ ഈ എവോ ടോക്കൺസിൻ്റെ ബോക്സൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എവോ ടോക്കൺസ് ലഭിക്കട്ടെ. അപ്പോൾ ഇത്രയും റിവാർഡ്സൊക്കെ നമ്മളെല്ലാവരും മിസ്റ്ററി ഷോപ്പിൽ കണ്ടു. ഇതൊക്കെയായിരിക്കും നമുക്കെല്ലാം കാണാൻ സാധിക്കുക. ഈ ഒരു മിസ്റ്ററി ഷോപ്പ് എങ്ങനെയുണ്ട്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു മിസ്റ്ററി ഷോപ്പ് നമ്മളെന്തായാലും ഇപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്താൽ എന്തായാലും ഷോ ചെയ്യില്ല, കാരണം ഈ ഒരു മിസ്റ്ററി ഷോപ്പ് നമുക്ക് വരുന്നത് നാളെ ആയിരിക്കും, ഓഗസ്റ്റ് 27-നായിരിക്കും. ഈ ഒരു മിസ്റ്ററി ഷോപ്പ് ആണെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശ് സെർവറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം ബംഗ്ലാദേശ് സെർവറിലൊക്കെ വന്നിട്ടുള്ള എല്ലാ ഐറ്റംസൊക്കെ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വരാറുണ്ട്. ബംഗ്ലാദേശ് സെർവറിൽ വരുന്ന റിവാർഡ്സൊക്കെ 95% നമുക്ക് ഇവിടെയും വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെ കാണാൻ സാധിക്കുക ഈ ഒരു മിസ്റ്ററി ഷോപ്പ് ആയിരിക്കാം. അതുമാത്രമല്ല 5th ആനിവേഴ്സറി പീക്ക് ഡേ ഓഗസ്റ്റ് 27 അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു മിസ്റ്ററി ഷോപ്പും കാണാൻ സാധിക്കും. നല്ല മാസമായിട്ടുള്ളൊരു മിസ്റ്ററി ഷോപ്പാണ്. അപ്പോൾ ഈ റിവാർഡ്സൊക്കെ ആയിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ചില റിവാർഡ്സൊക്കെ ചേഞ്ച് ആയേക്കാം. ഈ കാണുന്ന ബണ്ടിലും ചിലപ്പോൾ നമുക്ക് ചേഞ്ച് ആയിട്ട് വേറെ ഏതെങ്കിലും നല്ലൊരു ബണ്ടിൽസൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാസത്തെ മിസ്റ്ററി ഷോപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സംശയം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.